ഇന്ന് തൊട്ട് നമ്മുടെ ഇവിടെ ഓണത്തിരക്കുകൾ തുടങ്ങുകയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് കാലത്ത് നേരത്തെ എണീറ്റിട്ട് വീട്ടിലത്തെ പണികളൊക്കെ കഴിച്ച് ഓടി കടയിൽ പോവുക, പിന്നെ അൽത്തുകൂലത്തെ പരിപാടികൾ ചെയ്യുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. കുറച്ച് തിരക്കിലായിരുന്നു, കടയിലും വീട്ടിലും ഒക്കെ ആയിട്ട് കുറച്ച് അധികം പണികളുണ്ടായിരുന്നു. പതിവ് പോലെ തന്നെ നമ്മുടെ ദിവസം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഒരു 10-13 വർഷമായിട്ട് എൻ്റെ ഓണം, എൻ്റെ എന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ കുടുംബത്തിലത്തെ എല്ലാവരുടെയും ഓണം KMB വെജിറ്റബിൾസ് ആണ്. ഇപ്പൊ കുഞ്ഞിനും ശ്രീകുട്ടനും വലുതായപ്പോൾ അവര് പോലും ഉത്രാടത്തിന്റെ അന്ന്, അതായത് തിരുവോണത്തിന്റെ പുലർച്ചെയാണ് കേട്ടോ വീട്ടിലേക്ക് മടങ്ങാറുള്ളത്. കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട്, നമ്മുടെ വെജിറ്റബിൾ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം നമുക്കൊന്ന് പ്ലാൻ ചെയ്യണ്ടേ. അതായത് ഉത്രാടത്തിന്റെ അന്ന് പുലർച്ചെ വരുമ്പോൾ, അല്ലെങ്കിൽ തിരുവോണത്തിന്റെ അന്ന് പുലർച്ചെ രാവിലെ വരുമ്പോൾ പിന്നെ നമുക്ക് വീട് ഒതുക്കാനും പറക്കാനും ഒന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന്. കാര്യമായ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓണം ആഘോഷിക്കുന്നത് മണ്ണമ്പട്ട അമ്മയുടെ അച്ഛൻ്റെയും കൂടെയാണ്. എങ്കിലും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി കിടക്കുക എന്ന് പറയുമ്പോൾ ഓണമായിട്ട് അത് നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ കുറച്ച് നേരം ആ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ച് കിളികളുടെ ഒക്കെ ശബ്ദം കേട്ട് പതുക്കെ നമുക്ക് വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. മൊത്തത്തിൽ ക്ലീൻ ചെയ്യലൊന്നും നടക്കില്ല കേട്ടോ. എന്നാലും ആ ഒരു താഴത്തെ നിലയുണ്ടല്ലോ, അതൊന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. 2-3 ദിവസം മുന്നേ ശാന്തമ്മ വന്നിട്ട് വൃത്തിയാക്കി തുടച്ചൊക്കെ തന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മുടെ വീട്ടിലിങ്ങനെ വൃത്തികേടാക്കാൻ മാത്രമുള്ള ആൾക്കാരും ഇല്ലാത്ത കാരണം കൊണ്ടേ ഇതിങ്ങനെ തന്നെ കിടന്നോടും. അപ്പം ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് ഇവർ തിരിഞ്ഞു വെക്കാനേ പറ്റില്ല കേട്ടോ. ഓണക്കോടിയൊക്കെ എടുക്കണം എന്നൊക്കെയാണ് വിചാരിക്കണത്. അങ്ങനെ ശ്രീകുട്ടനും ഭാഗ്യനെയും മേനിപ്പിച്ച് വിട്ട് നമുക്ക് ഈ ഒരു പരിപാടി ഇവിടെ തുടങ്ങാം കേട്ടോ. അവരെ കൂട്ടിന് ക്ഷണിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ 3 ദിവസത്തേക്ക് വേണ്ട ഡ്രസ്സുകളും നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം. നമുക്ക് ഓണക്കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം മുന്നേ തുടങ്ങും. അതായത് ഉത്രാടത്തിന് 2-3 ദിവസം മുന്നേ തുടങ്ങും. ഉത്രാടത്തിൻ്റെ അന്ന് നല്ല തിരക്കായിരിക്കും. അപ്പോൾ ആ 3 ദിവസത്തെ, അതൊരു 3-4 ദിവസത്തെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അടക്കി ഒതുക്കി വെച്ച്, പിന്നെ വീടുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ലേ. പുലർച്ചെ ഒരു 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 12 മണിയാകുമ്പോൾ തിരിച്ചെത്തുന്ന രീതിയിലാണ്. ഉറങ്ങാൻ മാത്രമായിട്ട് എത്താന്ന് പറയില്ലേ, ആ ഒരു രീതിയിലൊക്കെയാണ് കേട്ടോ നമ്മുടെ ദിവസങ്ങൾ മുന്നോട്ട് പോവുക. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ, ഈ വക പരിപാടികളൊക്കെ ചെയ്തു തരാനും നമ്മളൊന്ന് സഹായത്തിനും ഒരു കൈ സഹായത്തിന് ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എന്ന്. ഉള്ളവർക്കുള്ള എൻ്റെ സങ്കടം, ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിൻ്റെ സങ്കടമല്ലേ. എന്തായാലും നമുക്ക് ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റണം. പുതിയ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓണം വലിയ കാര്യമായിട്ട് ആഘോഷിക്കാത്ത കാരണം കൊണ്ടേ എനിക്കതൊന്നും ഇടാനായിട്ടൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ കമൻറ്റ് ബോക്സിൽ മുഴുവൻ അതായിരുന്നു, ശ്രീയുടെ ഓണം ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഓണം വൈബ് ഇല്ലയെന്ന്. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോസ് എത്രയും ആഗ്രഹിച്ചിട്ട് കാണണേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ഈ റൂം ഒന്ന് വൃത്തിയാക്കി ഇടാം. ശ്രീകുട്ടനും ഭാഗ്യനെ എണീറ്റ് കാരണമുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾക്ക് അവരുടെ സഹായം നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഓണത്തിൻ്റെ ഒരു ക്ലീനിങ്ങും ബാക്കി കാര്യങ്ങളും അവരോടൊപ്പം അങ്ങനെ മുന്നോട്ട് പോയിട്ട് അന്ന് കാലത്ത് അത്രയ്ക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീടിൻ്റെ ചുറ്റും വലിയ കാര്യമായിട്ടുള്ള വൃത്തിയാക്കലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചിയും അമ്മയും എല്ലാവരും ഓണത്തിൻ്റെ സമയമാകുമ്പോഴേക്കും എന്തായാലും വീട്ടിലേക്ക് വരും. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കണം. കാരണം ഓണത്തിരക്ക് അത്രയും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാറുണ്ടേ. മാത്രമല്ല നമുക്കൊന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ. കുറച്ച് മീൻകറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്കിന്ന് പണിക്കാരുണ്ട്. ത്രൂ ഔട്ട് ഡേ പണിക്കാരില്ല. വാഴ ആണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓണക്കാലത്ത് വാഴ വെട്ടുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രധാനമായിട്ടുള്ള ഒരു പരിപാടിയും നമ്മുടെ ഇവിടെ നടന്നു വരുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രഘുവേട്ടനും അതുപോലെ തന്നെ പപ്പേട്ടനും പിന്നെ രമേശ് ചേട്ടനും ഇല്ലേ ഇപ്പോൾ. പിന്നെ കുറേ പേര് ചോദിച്ചു സദേട്ടൻ എന്താ കാണാത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സദേട്ടൻ നമ്മുടെ അവിടേക്ക് പണിക്ക് വരണില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു വട്ടം. ഇപ്പോൾ വേറെ ചേട്ടന്മാരാണ് പണിക്ക് വരുന്നത് ഞാൻ ഒരു വട്ടം മെൻഷൻ ചെയ്തായിരുന്നു കേട്ടോ. എങ്കിലും ഓണത്തിൻ്റെ സമയത്തൊക്കെ സദേട്ടനെ കാണാമെന്ന് വിചാരിക്കണം. അങ്ങനെ ഈ ഒരു പരിപാടികൾ, അടുക്കള ഒക്കെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ചെറുങ്ങനെ കഴിച്ച് നമ്മുടെ കിച്ചൺ പരിപാടിയിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കായ വെട്ടുന്ന ചേട്ടന്മാർക്ക് നമുക്ക് എന്തായാലും ഫുഡ് കൊടുക്കേണ്ടി വരും. ത്രൂ ഔട്ട് ഡേ ഫുഡൊന്നും കൊടുക്കേണ്ടി വരില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ കാലത്തെ ഫുഡ് അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഫുഡ്. അപ്പം ഞാൻ എന്തായാലും കാലത്തേക്കായാലും ഉച്ചത്തേക്കായാലും നമുക്ക് ഫുഡ് റെഡിയാക്കി വെക്കണമല്ലോ. അപ്പോൾ ചോറും കഞ്ഞിയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, അല്ലെങ്കിൽ ചോറാണെങ്കിൽ ചോറ് എന്നുള്ളതാണ്. അവർ വെട്ടി കഴിയുമ്പോൾ വന്നേ കഴിക്കുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് കൂന്തൽ രണ്ട് മൂന്ന്
ദിവസമായി നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ഫ്രഷ്നെസ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുഴുവനെ മുക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഐസ് മാറിയപ്പോൾ അതൊന്നും എടുത്ത് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. ഒരു 3-4 ഉള്ളൂ കേട്ടോ. അതായത് റോസ്റ്റ് ആക്കാനായിട്ട് പറ്റില്ല. ഭാഗ്യം നമ്മുടെ കിച്ചണിലത്തെ ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ടായിരുന്നു, അത് മാറി തരുന്ന തിരക്കില്ല. അപ്പോൾ ഈ കൂന്തളെടുത്ത് നമുക്കൊന്ന് കറിയായിട്ട് വെക്കാം. നമ്മുടെ നാളികേരം പാലൊക്കെ ഒഴിച്ച് ഒരു കറിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. 2 മാങ്ങയും ഉണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കിട്ടുമല്ലോ. പിന്നെ ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു ഉപ്പേരി കറിയോ ഉണ്ടെങ്കിൽ സംഭവം സെറ്റായിട്ടോ. നമ്മുടെ വാഴമ നിറച്ച് കൊപ്ര, അതായത് വാഴപ്പൂ ഉണ്ടാവുന്ന കാരണം കൊണ്ടേ അതൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള നമ്മുടെ കറികളായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ കുറച്ചിട്ടിട്ടുണ്ട്. ഇവൻ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടിയില്ലെങ്കിൽ 2-3 മാങ്ങ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാങ്ങ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇവിടെ ചുറ്റും ബഡായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് നിൽക്കുന്നത്. അതായത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു സർപ്രൈസ് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇതും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന മാങ്ങയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പച്ചക്കറി 2 പൊട്ടിച്ചു. മൂവാണ്ടനല്ല, വേറെ എന്തോ മാങ്ങയാണ്. പൊതുവെ മൂവാണ്ടനാണ് ഉണ്ടാവാറുള്ളത്, പക്ഷേ ഇപ്രാവശ്യം വേറൊരു മാങ്ങയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാടൻ പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായത്, പിന്നെ ഉള്ളി നമ്മുടെ വീട്ടിലുണ്ടായതല്ല കേട്ടോ. അതും കൂടി ഇട്ട് ആ കഷ്ണങ്ങളുടെ ഒപ്പമൊക്കെ ഇട്ട് ഉപ്പിട്ടിട്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടിട്ട് നമ്മൾ കുറച്ച് തക്കാളി അടിച്ചൊഴിക്കും. അതാ 1-2 തക്കാളി കേട്ടോ. എന്നിട്ട് ആ തക്കാളി ഒരു വെള്ളം ആവുന്ന രീതിയിൽ ആയി കിട്ടും. ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ സാധാരണ മീൻ കൂട്ടാൻ വെക്കുന്ന പോലെ തന്നെ 1-ാം പാൽ ഒഴിച്ച് വേണമെങ്കിൽ വേവിക്കാം, അല്ലെങ്കിൽ പിന്നെ 2-ാം പാൽ ഏറ്റവും ലാസ്റ്റ് ഒഴിച്ച് തിളപ്പിക്കാതെ നമുക്ക് ഉള്ളി കാച്ചി എടുക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ കൂന്തൾ കറി എന്ന് പറയുന്നത്. എല്ലാവരും വേറെ വേറെ രീതിയിലാണല്ലേ കറികളൊക്കെ വെക്കാറുള്ളത്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട്, ശ്രീ വെക്കുന്ന പോലെ വെച്ച് നോക്കി ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ വെക്കുന്നത് ഇഷ്ടമല്ല ശ്രീ, ഞങ്ങൾക്ക് വറുത്തരച്ച് വെക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കറികളൊക്കെ വയ്ക്കുക. പിന്നെ ഈ ഐഡിയകൾ തരുമ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കി നോക്കുക ഒരു വട്ടെങ്കിലും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാലോ. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പീസ് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ആ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണം. കൂന്തൽ പിന്നെ അധികം വേവാനൊന്നുമില്ലല്ലോ. പരപരാ നേരം വെളുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉള്ളിയിൽ ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മുളക് പൊടിക്ക് ഇത്തിരി കളർ കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ കൂട്ടാൻ മൊത്തത്തിലൊരു കളർ കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ചേട്ടന്മാർക്ക് കഞ്ഞി കുടിക്കാനുള്ള കൂട്ടാൻ ഇതിൻ്റെ ഒപ്പം പപ്പടോ അല്ലെങ്കിൽ അച്ചാറോ അല്ലെങ്കിൽ നമ്മൾ മുട്ട പൊരിച്ചതോ സെറ്റാക്കി വെക്കും. അങ്ങനെ നേരമൊക്കെ വെളുത്തപ്പോൾ ഞാൻ വിചാരിച്ചു കറികളൊക്കെ സെറ്റാക്കി പതുക്കെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങാറുണ്ട്. നമ്മുടെ വീടിൻ്റെ ചുറ്റും നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലം പൂക്കൾ ഇടാൻ പറ്റാത്തതിൻ്റെ സങ്കടം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂക്കളം ഇടാൻ പറ്റാത്തതിൻ്റെ സങ്കടം, കാരണം കുറേ അധികം പൂക്കൾ ഉണ്ടായി നിൽക്കണുണ്ട്, കാരണം പൂക്കളൊന്നും ഇടാനും പറ്റണില്ല എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ ജിമ്മിൽ ഓണം ഉണ്ട്. ഈ ജിമ്മിലത്തെ ഓണം കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സ് എടുക്കാൻ പോകാൻ, അത് കഴിഞ്ഞിട്ട് വേണം കടയിൽ പോകാനായിട്ട്. ഈ ഒരു ഓണം വന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പിന്നെ എല്ലാവർക്കും തിരക്കാണ് കേട്ടോ. ഇവിടുത്തെ കാര്യം പിന്നെ പറയേ വേണ്ട, വീഡിയോസ് ഇടലും എഡിറ്റ് ചെയ്യലും ഒന്നും നടക്കില്ല. അപ്പം ഞാൻ ആ ഭാഗം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് ദിവസം ഈ ഒരു പുറം ലോകമായിട്ടുള്ള ഒരു സമ്പർക്കം ഉണ്ടല്ലോ അതങ്ങോട്ട് ആസ്വദിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കൊരു ഒരുങ്ങിക്കെട്ടി ജിമ്മിലത്തെ ഓണത്തിന് പോവാം. ഒരു ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ മുട്ടുമ്പോൾ പറമ്പന്വേഷിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് നന്നായിട്ടുണ്ട്. അതായത് കാര്യം നടക്കുന്ന സമയത്താണ് ഞാൻ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കും. അതുപോലെ ഇതിപ്പോൾ എവിടുന്നോ കിട്ടി മിന്ത്രേന്ന് എടുത്തൊരു ടോപ്പും വേറെ ഏതോ പാവാടയൊക്കെ ഇട്ട് സെറ്റാക്കി നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഹാപ്പി ഓണം ഗൈസ്. ഹാപ്പി ഓണം. എവിടെ പോണേ നമ്മള്? ജിമ്മിക്ക് ഓണം സെലിബ്രേഷൻ ആഘോഷിക്കാൻ. റെഡിയായി 9 മണിക്കൊക്കെ പരിപാടി തുടങ്ങുന്നുണ്ടാട്ടോ. 11 മണി 11 എങ്ങാണ്ടായി. നമ്മള് നേരെ വൈകിട്ടാണ് ഓൾറെഡി പോണം. അപ്പൊ നമുക്ക് പോവാം. ഞാൻ ചെന്നപ്പോഴേക്കും ജിമ്മിൽ തോണൊക്കെ തുടങ്ങി പകുതിയായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അവരുടെ കൂടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കിടാം അല്ലേ. Ready?
നമ്മുടെ ജിമ്മിൽ 2 ശാഖയുണ്ട്. ഒരെണ്ണം മരോട്ടിച്ചാലും ഒരെണ്ണം വെള്ളാനിക്കോടാന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ മരോട്ടിച്ചാല് ടീമാണ്, ടെർമിനലും അതുപോലെ തന്നെ സോണും. അപ്പൊ അവര് തമ്മിലുള്ള ആ ഘോരമായ യുദ്ധമാണ് നിങ്ങൾ കാണുന്നത്. 2 ചേരികളായിട്ട് തിരിഞ്ഞിട്ടാണ് കേട്ടോ ജിമ്മിൽ തോന്നുന്നുണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ പെൺപട എന്ന് പറയുന്നത്. ഇതിൽ കുറെ പേരൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ കുറേ സംസാരങ്ങളും കാര്യങ്ങളും. 2 ജിമ്മുകാർ നമ്മുടെ പരിചയമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വന്ന് പരിചയപ്പെട്ടു. കുറേ ആൾക്കാർ നമ്മുടെ ചാനൽ കാണാറുണ്ടെന്ന് പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സദ്യ റെഡി ആയിട്ടുണ്ട്. കുറേ നാളുകളായിട്ട് ഡയറ്റും ഒക്കെ പിടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അതായത് ബിഗ്നേഴ്സ് ഉണ്ടാവുമല്ലോ, ബോഡി ബിൽഡേഴ്സ് അല്ലാണ്ട് നമ്മുടെ പോലെ എന്തെങ്കിലും രീതിയിൽ ഒന്ന് കുറഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു എസ്പെഷ്യലി ആ സദ്യ എന്ന് പറയുന്നത്. നല്ല അടിപൊളി നമ്മുടെ ഇവിടുത്തെ തൃശ്ശൂർ സ്പെഷ്യൽ പാലടോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ പ്രാവശ്യത്തെ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 2 മണിയായപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്. പഞ്ചകുത്തി മത്സരം, അതുപോലെ തന്നെ പഞ്ചപിടുത്ത മത്സരവും, അങ്ങനെ അതുപോലെ തന്നെ വേറെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് 2 മണിയായപ്പോൾ ഭക്ഷണം കഴിക്കാന്നപ്പോഴേക്കും നല്ല ഗംഭീര എന്താ പറയുക വിശപ്പുണ്ടായിരുന്നു. ഭാഗ്യനെ നിങ്ങളിതിൽ കാണില്ല, കാരണം ഭാഗ്യം ഞാൻ പറഞ്ഞില്ലേ കായ വെട്ടണ തിരക്കിലും കടയിലത്തെ ഓണത്തിന്റെ തിരക്കിലും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ജിമ്മായ കാരണം കൊണ്ട് ഒരെണ്ണത്തിന് ഒരു സഹായത്തിന് ഒരാളും വേണ്ട, എല്ലാം അവിടെ സെറ്റായിരുന്നു. ഇതാണ് വിഷ്ണു. ഇത് പഴയ എൻ്റെ ആശാനാണ് കേട്ടോ. ഇപ്പൊ ആള് മറ്റേ ജിമ്മിലേക്ക് മാറി, ടെർമിനലിലേക്ക് മാറി തോന്നുന്നു. ഞങ്ങൾ സോൺകാരാന്ന് തോന്നുന്നു കേട്ടോ. നമ്മള് ജിമ്മിൽ പോവാന്ന് മാത്രമല്ല പറയാറുള്ളൂ. അങ്ങനെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് വടംവലി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാൻസ്, പാട്ട് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടാ, കാരണം നമ്മുടെ ഫോണിലത്തെ ചാർജ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്ര ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയാ, ആദ്യമായിട്ടാണ് നമ്മൾ ജിമ്മിലത്തെ ഓണവും കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടിപൊളി സദ്യ കഴിച്ച് മടങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഭാഗ്യം വന്നു, ഭാഗ്യന് ഫുഡൊക്കെ കൊടുത്തു, പായസമൊക്കെ കുടിച്ചു. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ നമ്മുടെ സദ്യ എന്ന് പറയുന്നത് ജിമ്മോണത്തിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്.
വടംവലിയിൽ ഗേൾസ് സെക്ഷനും ബോയ്സ് സെക്ഷനും നമ്മുടെ ജിമ്മുണ്ടല്ലോ, മരോട്ടിച്ചാല് ജിമ്മാണ് ജയിച്ചതെന്ന് പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ കൊല്ലും. അത് കാരണം നമ്മൾ അവരെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ട് 320 പോയിന്റിന്റെ ഓൾ റൗണ്ടർ ചാമ്പ്യൻഷിപ്പ് ഒക്കെ സ്വന്തമാക്കിയിട്ട് നമ്മളിത് തിരിച്ചു മടങ്ങാണ് നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നേരെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് വേണം നമുക്ക് കടയിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കൂടെയുള്ള ഒരു കുഞ്ഞ് യാത്രയാണ് നിങ്ങൾ ഈ കാണുന്നത്. ശ്രീകുട്ടൻ എനിക്കിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് തരാണ് കേട്ടോ. ഇവിടെയാണ് ഓലക്കയം കുത്തുള്ളത്. ഓലക്കയം കുത്ത് മരൂട്ടിച്ചാൽ വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഈ കാണുന്നതിന്റെ തൊട്ടടുത്തൊക്കെ ആയിട്ടാണ്. ഇവിടെ പ്രൈവറ്റ് ഭൂമിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ചേച്ചിയുടെ വീടൊക്കെ ഇവിടെ, നാത്തു ചേച്ചിയുടെ വീടൊക്കെ ഇവിടെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോവുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ പൊതുവായിട്ട് പ്രവേശനം ഉണ്ടോയെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. അപ്പം ഞങ്ങൾ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ്. പ്രകൃതി മനോഹരമായ ഒരു പ്രദേശത്തൂടെയാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ 3 ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള തിരക്ക് വരും. ഞാൻ ശ്രീകുട്ടനെ ഏട്ടനെയൊക്കെ വീട്ടിലാക്കിയിട്ട്, ശ്രീകുട്ടൻ ഓൾറെഡി കടയിലേക്ക് പൊക്കോളാന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വരുന്നില്ല തോന്നി. ഈ ഡ്രസ്സ് എടുക്കൽ ഒരു ചടങ്ങായത് കാരണം കൊണ്ട് നമുക്ക് കുറേ നോക്കലൊക്കെ വേണമല്ലോ. അപ്പോൾ അവന് ബോറടിക്കും. അപ്പോൾ അവൻ വന്നില്ല. ഞാൻ തന്നെയാണ് ഇപ്രാവശ്യത്തെ ഓണക്കോടി എടുക്കാൻ പോയിട്ടുണ്ടായത്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ്സുകളൊന്നും വേണ്ട. നമുക്ക് കൊളാബ് ഉണ്ടല്ലോ. അത് കാരണം കൊണ്ട് കുറേ ഡ്രസ്സുകൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാതെ ഇരിക്കുന്നുണ്ട്. പുറത്തേക്ക് പോകുന്ന പരിപാടിയില്ലേ, ഇപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫി ക്ലാസ്സിന് പോകുന്ന കാരണം കൊണ്ടും ഡാൻസ് ക്ലാസ്സിൽ പോകുന്ന കാരണം കൊണ്ടാണ് നമ്മൾ കുറച്ചെങ്കിലും ഡ്രസ്സുകൾ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ ചേച്ചിയും കുഞ്ഞനും കടയിലേക്കും കോളേജിലേക്കൊക്കെ പോകുന്ന കാരണം കൊണ്ട് അവരാണ് കൂടുതലും ഡ്രസ്സുകളൊക്കെ ഇടുന്നതെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞനെ 1-2 ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ശ്രീകുട്ടൻ ഓൾറെഡി എൻ്റെ അത്രയായിട്ടുണ്ടാവാൻ. അപ്പോൾ അവൻ്റെ ഡ്രസ്സുകൾ പഴയതൊന്നും പാകാവണില്ല. അപ്പോൾ അത് കുറച്ച് എടുക്കാനുണ്ടായിരുന്നു. അവന് 2-3 പാൻറ് എടുക്കാനുണ്ടായിരുന്നു, ഒരു ടീഷർട്ട് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ചേട്ടച്ചൻ എന്തായാലും ഓണക്കോടി അവന് കൊണ്ടുവരും എന്ന് വിചാരിച്ചു. അപ്പോൾ അവന് ടോപ്പ് എടുത്തില്ല, അതായത് മുകളിലേക്കൊന്നും എടുത്തില്ല കേട്ടോ, അടിക്ക് മാത്രമാണ് നമ്മൾ എടുത്തത്. പിന്നെ കുഞ്ഞിനിപ്പോൾ കോളേജിൽ യൂണിഫോം ഉണ്ട് ഓൾറെഡി, പക്ഷേ യൂണിഫോം ഇട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവൾക്കും കുറച്ച് ഡ്രസ്സ് എടുത്തു. പിന്നെ അമ്മയും ഇതുപോലെ തന്നെ കടയിൽ പോകുന്ന, സത്യം പറഞ്ഞാൽ ഞാനാണ് വീട്ടിലിരുന്ന്, നിങ്ങൾ എന്നെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ കാണുന്നത്. അവരൊക്കെ പുറത്ത് പോകുന്ന ആൾക്കാരാണ്, ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും പുറത്ത് പോകുന്ന ആൾക്കാരാണ്. അവർക്കാണ് സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഇടാൻ ഡ്രസ്സ് വേണ്ടത്. അന്നുള്ളത് എനിക്കും. പക്ഷെ എനിക്ക് കിട്ടിയാൽ തന്നെ എല്ലാവർക്കും, ഞങ്ങൾ 4 പെണ്ണുങ്ങൾക്കും കിട്ടുന്ന പോലെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഷെയർ ചെയ്താണ് ഇടാറുള്ളത്. ഇപ്പോൾ ശ്രീകുട്ടന് കുറച്ച് ഡ്രസ്സ് എടുക്കുക, അച്ഛന് ഷർട്ട് മുണ്ട് എടുക്കുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് കടയിലേക്ക് ഇടാനായിട്ട് 1-2 ഡ്രസ്സ് എടുക്കുക, ചേച്ചിക്ക് കടയിലേക്ക് ഇടാനായിട്ട് 1-2 ഡ്രസ്സ് എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് ഓണക്കോടികളൊന്നും എടുത്തിട്ടില്ല. വളരെ മിതമായ രീതിയിൽ പിള്ളേർക്ക് മാത്രം എന്നുള്ള രീതിയിൽ ഓണക്കോടികളൊക്കെ എടുത്തു. പിന്നെ കടയിലേക്ക് കുറച്ച് ചേട്ടന്മാർക്ക് ഓണക്കോടികൾ എടുക്കാണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന, നമ്മുടെ വാഴയിൽ ജോലി ചെയ്യുന്ന ചേട്ടന്മാരുണ്ടല്ലോ, അവർക്കും നമ്മൾ എല്ലാ വർഷവും കൊടുക്കാറുള്ളതാണ്. അപ്പോൾ അവർക്കും കുറച്ച് ഡ്രസ്സുകൾ എടുക്കാണ്ടായിരുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ആവശ്യം തന്നെ. എനിക്ക് ഏറ്റവും അധികം ഇമ്പ്രസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എടുക്കാൻ പോവുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഡ്രസ്സുകളൊക്കെ കിട്ടുമ്പോൾ ഒരു ജോഡിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതന്നെ ത്രൂ ഔട്ട് ഒരു വർഷം ഇടുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും പുതിയ ഡ്രസ്സൊക്കെ എപ്പോഴെങ്കിലും മാറി ഇടാനായിട്ട് കിട്ടിയിരുന്നെങ്കിൽ. അത് തന്നെയാണ് ആ ത്രൂ ഔട്ട് വർഷത്തിൽ കല്യാണങ്ങൾക്കായാലും എന്ത് വലിയ വിശേഷങ്ങൾക്കായാലും ഇടുക. ആ ഓണത്തിന് എടുത്ത ഡ്രസ്സില്ലേ, അത് നിനക്ക് കിട്ടൂടാ, അത് പുതിയതല്ലേ എന്നുള്ളൊരു ചോദ്യത്തിലൂടെയാണ് നമ്മളങ്ങനെ വാശി പിടിക്കാറില്ല. കാരണം നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളും പരിമിതികളും ഒക്കെ അറിയാം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ തന്നെ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ, നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എടുത്തു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് മക്കളെ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ പെൺമക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കാശിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വരില്ലേ, അത് അടിപൊളിയാണടാ, അത് വേറെ വൈബാണ്. ഈ ഒരു ചേച്ചി എന്ന് പറയുന്നത് കാർത്തിക, കോയമ്പത്തൂരിൽ എന്നാണ് എൻ്റെ ഓർമ്മ. ചേച്ചിയുടെ പേരും ചേച്ചിയുടെ സ്ഥലം എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കണ്ടായിരുന്നു. ചേച്ചി ഓടി വന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കുറേ ആൾക്കാർ സംസാരിച്ചു, പക്ഷേ ചേച്ചിനെ മാത്രമേ എനിക്ക് ക്യാമറയിൽ കിട്ടിയുള്ളൂ എന്ന് മാത്രം. തോർത്തുമുണ്ട്, അണ്ടർവെയർ, ഈ വക സംഭവങ്ങളൊക്കെ എൻ്റെ സ്പോൺസർഷിപ്പാണ് കേട്ടോ. ഈ ഓണം സമയത്ത് എല്ലാവർക്കും നമ്മൾ 5-6 വെച്ച് മേടിക്കും, എല്ലാവർക്കും കൊടുക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം ഓണക്കോടിയായിട്ട് കൊടുക്കുന്നത് അണ്ടർ ഗാർമെന്റ്സ് ആണെന്ന് തോന്നുന്നു, എന്താലേന്ന്. അങ്ങനെ നമ്മൾ ഡ്രസ്സുകളൊക്കെ എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങാണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ കടയിലായിരിക്കും.
പണ്ടൊക്കെ ഏട്ടായി ആയിരുന്നു തയ്ച്ചിരുന്നുണ്ടായിരുന്നത് ഡ്രസ്സുകളൊക്കെ. അപ്പം നമ്മൾ എന്താ പറയുക മെറ്റീരിയൽസ് ഒക്കെ എടുക്കും. പിന്നെ ഏട്ടായിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഓണത്തിൻ്റെ സമയത്ത് ഒടുക്കത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി. അപ്പം നമ്മൾ പതുക്കെ പതുക്കെ റെഡിമെയ്ഡിലേക്ക് മാറുകയാണ് ചെയ്തത്. എന്നാലും ബ്ലൗസും അതുപോലെ തന്നെ പട്ടുപാവാട, പാവാട ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുത്ത് ആ വക സംഭവങ്ങളൊക്കെ ഏട്ടൻ തന്നെയാണ് കേട്ടോ എനിക്ക് തയ്ച്ചു തരാറുള്ളത്. ഇപ്പം ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് ഏട്ടായിയുടെ കയ്യിൽ കൊടുക്കാറില്ല. അൽത്ത് കുറച്ച് സംഭവങ്ങളാണെങ്കിൽ നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ സുജാത ചേച്ചി തയ്ച്ചു തരും എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ അണ്ടർ ഗാർമെൻറ്റിൻ്റെ സെക്ഷൻ എനിക്ക് കുറച്ച് സ്പെഷ്യലാണെന്ന്. പിന്നെ കുറച്ച് ചവിട്ടി അൽത്ത് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്ര വലിയ ബില്ലിനൊന്നും ഞാൻ മേടിച്ചില്ല. എങ്കിലും കുറച്ച് ഒരു ഓണം പർച്ചേസ് എന്നുള്ള രീതിയിൽ എങ്ങും തൊടയിലെത്തിയിട്ട് മാറാനുള്ളത് നമ്മളാണല്ലോ ഡ്രസ്സ് എടുത്തത്. അപ്പോൾ എന്തായാലും എക്സ്ചേഞ്ച് വരുമല്ലോ എന്നുള്ളൊരു പേടി കൂടെയാണ് നമ്മൾ മടങ്ങണത്. അത് പുറത്തെടുത്ത് വെക്കാൻ പറഞ്ഞത് ലക്ഷ്മി ചേച്ചി. അങ്ങനെ ദേ നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. ഏട്ടായിപ്പ് വരും കൊണ്ടുപോകാനായിട്ടേ. അപ്പൊ ഞാൻ എന്നിട്ട് കാണിച്ചു തന്നില്ലല്ലോ. ഇത് അഥവാ പാകായില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കേൾക്കുന്നുണ്ടാവില്ല അല്ലേ. അഥവാ പാകായില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കണേ. അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ ഇത് ഇന്ന് ഏട്ടായി ഒന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഇത് കയ്യെടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ കൊണ്ടുപോകും. ചേച്ചി ട്രൈ ചെയ്താ ശ്രീകുട്ടന് വലുത് വേണം, കുഞ്ഞൻ ചെറുതാ. കാരണം കുഞ്ഞന് ചെറുത് മതിയല്ലോ, ക്രോപ്പ് ടോപ്പോളം വരിക. ലക്ഷ്മിയുടെ ലക്ഷ്മി കുട്ടിക്ക് മേടിച്ചതാണ്. ഇത് ലക്ഷ്മി കുട്ടിയുടെ കേട്ടാ. ആളിങ്ങനത്തെ ലൈറ്റ് കളേഴ്സ് ആണ് കൂടുതൽ. അടിപൊളിയല്ലേ? ഇഷ്ടമായ? നമ്മുടെ ബേക്കറി തുടങ്ങിയ സമയം തൊട്ടേ നമ്മുടെ കൂടെയുള്ള ഒരാളാണ് കേട്ടോ ലക്ഷ്മി. ലക്ഷ്മി നേപ്പാളിയാണ്, പക്ഷെ നന്നായിട്ട് മലയാളം പറയും. കടയിലത്തെ എല്ലാ കാര്യങ്ങളും ആൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഞാൻ വരുമ്പോഴേക്കും ചേച്ചി മോനും കൂടി ഗംഭീര പരിപാടിയിലായിരുന്നു കേട്ടോ. ലക്ഷ്മിയും ശ്രീകുട്ടനും നന്നായിട്ട് മിങ്കിളായിട്ട് പോകും. ആൾ നന്നായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ലക്ഷ്മിയും ഷെയ്ക്ക് അടിക്കാനും ഒക്കെ ശ്രീകുട്ടനെ പഠിപ്പിച്ചു കൊടുക്കും. അതൊക്കെ എൻ്റെ പരീക്ഷിക്കുകയും ചെയ്യും ആൾ. പിന്നെ ഞാൻ വലിയ കാര്യമായിട്ട് ഷുഗർ കഴിക്കാത്ത ആയതുകൊണ്ട് ലക്ഷ്മിയിൽ തന്നെയാണ് മുഴുവൻ പരീക്ഷണങ്ങളും ശ്രീകുട്ടനെ നടക്കാറുള്ളത്. ഈ പഠിച്ചു കൊടുക്കുന്നത് എന്തോ ഷെയ്ക്കാണ് അത്ര, സ്പെഷ്യൽ ഷെയ്ക്കാന്ന് പറഞ്ഞാൽ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഏരാന്ന് പറയുന്നത് ലക്ഷ്മിയാണ് കേട്ടോ. കുഞ്ഞ് ക്ലാസ് ഇരിക്കുന്നത് ലക്ഷ്മിക്കും വലിയ ക്ലാസ് ഇരിക്കുന്നത് ശ്രീകുട്ടനാണ്. ഇതിൻ്റെ ഇലകൾ അവിടെ എല്ലാവരും എത്തും. അതായത് നമ്മുടെ കടയിൽ എല്ലാവർക്കും ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ആൾ കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു സ്ഥാനം ശ്രീകുട്ടൻ ഏറ്റെടുത്തിരിക്കുകയാണ്. കൊച്ചുങ്ങളൊക്കെ എത്ര പെട്ടെന്ന് വലുതാവണല്ലേ. അവനത് അടിച്ച് കുടിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി പിള്ളേരൊക്കെ എത്ര പെട്ടെന്ന് വലുതാവണേ. കയ്യും പിടിച്ച് ആ ഒരു 3 വയസ്സിൽ വരുന്ന ആ ഒരു സീനുണ്ടല്ലോ, അതങ്ങനെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. അപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സ് കൊണ്ടുപോകാനായിട്ട് ഏട്ടായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി. ഇനി ഭക്ഷണം കഴിക്കാൻ കിടക്കാം, ഇതാണ് നമ്മുടെ പരിപാടി കേട്ടോ. അപ്പോൾ കൂന്തൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ കടയുടെ തൊട്ടടുത്തൊരു ചേട്ടൻ താറാമുട്ട വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് 2 താറാമുട്ട മേടിച്ചു. ഏട്ടായി കൊണ്ടുപോയി ഒരു 5 എണ്ണം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് നമുക്കൊന്ന് പുഴുങ്ങാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ അത് പുഴുങ്ങുമ്പോൾ ഒരു റബ്ബർ കണക്കിരിക്കുന്നു ഭാഗ്യന് അഭിപ്രായം പറഞ്ഞപ്പോൾ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ നാടൻ പച്ചമുളകും പിന്നെ നമ്മുടെ കറിവേപ്പിലും കൂടിയിട്ടിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കശക്കിയെടുത്ത് അവനെ നമ്മളൊന്ന് ഓംലേറ്റ് അടിക്കാൻ പോവാണ്. പക്ഷെ എനിക്ക് ഈ ഓംലേറ്റ് കഴിച്ചപ്പോഴും ഫീൽ ചെയ്തത് ഒരു റബ്ബറി ടെക്സ്ചർ തന്നെയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ഹെൽത്തി ആണെന്നാണ് പറയണത്. അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേ ഭക്ഷണം കഴിച്ച് നമുക്ക് കിടക്കാം എന്നാണ് വിചാരിക്കണത്. അപ്പോഴാണ് ഞാൻ എന്തോ ഒരു സ്മെല്ല്, ഭയങ്കരമായിട്ടൊരു സ്മെല്ല് നമ്മുടെ ചുറ്റും, അതായത് ഭയങ്കര ആസ്വദിക്കാൻ പറ്റുന്ന, നമ്മുടെ മൂക്കിനെ ഇങ്ങനെ തുളച്ച് കയറുന്ന ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സ്മെല്ല് ഇങ്ങനെ അനുഭവപ്പെട്ടത്. എന്നാൽ പിന്നെ പോയി എത്തിച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴുണ്ടടാ നമ്മുടെ വീട്ടിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ സാധനം എന്താണെന്ന്. വരും, ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ദാ
വന്നു ചക്ക. കഴിഞ്ഞ ദിവസം നമ്മള് കൂട്ടാൻ വയ്ക്കാട്ടുണ്ടായിരുന്ന ചക്ക ഉണ്ടല്ലോ, അത് അവിടെ ഇരുന്നിരുന്നത് പഴുത്തു. അപ്പൊ ഇനി 3-4 ദിവസം നമ്മൾ വീട്ടിലുണ്ടാവില്ല. ഇരുന്നാ അത് ചീഞ്ഞു പോകും. അയ്യോ, ഇത്ര ഈ ചക്കയൊന്നും കിട്ടാത്ത സമയത്ത് ഈ ചക്ക ചീച്ച് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ തല്ലില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അതൊന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് നാളെ നമുക്ക് പോകുമ്പോൾ കടയിൽ കൊണ്ടുപോകാം. കടയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചേച്ചിയുടെ കയ്യിൽ കൊടുക്കുക ചെയ്യാം കേട്ടോ. ചേച്ചി എന്താ ചേച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കുറച്ച് ശർക്കരയും കുറച്ച് നാളികേരം പാലും ഈ ചക്ക ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് വരട്ടി വെക്കും. അത് ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ചക്ക വരട്ടിന്ന് നമ്മുടെ കൂടെ പറയും. നാളികേരം പാൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് നമ്മുടെ അടയുടെ ഉള്ളിൽ വെച്ച് അട ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടിയുടെ ഒപ്പം കുഴച്ച് അട ഉണ്ടാക്കുക. എൻ്റെ സാറ് ത്രൂ ഔട്ട് നമുക്ക് ചക്കട കിട്ടും കേട്ടോ. ആയൂർ ചക്ക ഒരെണ്ണം മേടിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഞാൻ കൊതിപ്പിക്കാന്ന് വിചാരിക്കരുത്. എപ്പോഴും ചക്ക ഉണ്ടാവൂടാ, അടിപൊളി ചക്ക. എപ്പോഴാണ് അവസാനം എന്നറിയില്ല. കുളിച്ച് പുരാണങ്ങൾ വായിക്കും, വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കും, സാധാരണക്കാരൻ പോലെ പെരുമാറും. മുഖമുദ്രകൾ ഏതു നല്ല കാര്യമായി ഈ യാത്ര. രാത്രി ഏതാണ്ട് മുഴുവനും നടന്നു. ആയൂർ ചാക്കിന്റെ ചക്കര മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പഞ്ചസാര മധുരമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അംഗം കഴിഞ്ഞ് വീടൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നാളെ കാലത്ത് ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വിടും കടയിലേക്ക്. പിന്നെ ദിവസങ്ങളോളം കടയിലാണ് കേട്ടോ. അങ്ങനെ പതുക്കെ നമുക്ക് ഡാൻസും പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ പോയ വീഡിയോ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ജിമ്മിന് പോയ വീഡിയോയിലത്തെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ടില്ലെങ്കിൽ മിസ് ചെയ്താലോ, നിങ്ങൾ എന്നെ മറന്നാലോ എന്ന് വിചാരിച്ചിട്ട് 1-2 ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് ഇന്നത്തെ ദിവസം. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.